വിശ്വാസികളെ, നമ്മൾ അറിയുക, ഈമാൻ അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അത് ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് അതിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതിൽ പ്രത്യേകിച്ച് നമ്മൾ ഊന്നൽ നൽകേണ്ടതിന് വേണ്ടിയാണ്. നന്മ കൽപ്പിച്ച് തിന്മ വിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ, ഈമാൻ ഉൾക്കൊണ്ട ഒരു ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയമാണത്. അംറുൻ ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ. നന്മകൾ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് നമ്മെ ഉണർത്തിയില്ലേ, നമ്മെ ഖൈറ ഉമ്മത്താക്കി, ഏറ്റവും ഉത്തമമായ ഒരു സമുദായമായി കൊണ്ട് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ പുറപ്പെടുവിക്കപ്പെട്ടത്? ജനങ്ങൾക്ക് നന്മ കൽപ്പിക്കാൻ, തിന്മ വിരോധിക്കാൻ. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ അള്ളാഹുവിൽ, ആ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കൊണ്ട് ഉറച്ച് വിശ്വസിക്കുന്നവരുമാണ്, ഈമാനുള്ളവരുമാണ്. അപ്പോൾ ഈമാൻ നമ്മുടെ ജീവിതത്തിൽ നെഞ്ചേറ്റണമെന്ന്, അത് ഉൾക്കൊണ്ടുകൊണ്ട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യലാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുള്ള ഏറ്റവും ഉന്നതവും ഉദാത്തവുമായ കാര്യമെന്ന് ഈ ആയത്തിലൂടെ സൂറത്ത് ആലി ഇംറാനിലെ 115-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഏറ്റവും വലിയ നന്മ ഏതാണ്? തൗഹീദ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കലാണ്. ഏറ്റവും വലിയ തിന്മ നമുക്കറിയാം. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പൊന്നാര മോനെ വിളിച്ച് പറയാണ്, അല്ലേ, എന്താണ്? നീ ജീവിതത്തിൽ ശിർക്ക് വെക്കരുത്, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൊടിയ അക്രമമാണ് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ പലതരത്തിലുള്ള തിന്മകളുണ്ടാവും. മദ്യവും അതുപോലെ തന്നെ മയക്കുമരുന്നും ഇതൊക്കെ തന്നെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അതൊക്കെ തന്നെ തിന്മയാണ്. വ്യഭിചാരം വലിയ തിന്മയാണ്, പലിശ ഇടപാടുകൾ തിന്മയാണ്. പക്ഷേ ഏറ്റവും വലിയ തിന്മ ഏതാണ്? അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവാചകന്മാരും അതിനെതിരെ ശക്തമായി ശബ്ദിച്ചുകൊണ്ട് പ്രബോധനം നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്. അതിൻ്റെ പേരിലാണ് ഈ പറഞ്ഞ സഹാബി വര്യന്മാർക്കൊക്കെയും ഒട്ടനവധി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുൻ കഴിഞ്ഞുപോയ അമ്പിയാക്കൾക്ക് എല്ലാവർക്കും ബഹിഷ്കരണങ്ങളും ഒറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും കുത്തുവാക്കുകളും എന്തൊക്കെ ഏൽക്കേണ്ടി വന്നു സഹോദരന്മാരെ. അതെല്ലാം തന്നെ ഈ ഈമാൻ ഉൾക്കൊണ്ട്, അല്ലെങ്കിൽ ആ ശിർക്ക് എന്ന ഏറ്റവും വലിയ തിന്മക്കെതിരെ ശബ്ദിച്ചതിൻ്റെ പേരിലായിരുന്നു. നമ്മൾ ആലോചിക്കൂ, തിന്മ വിരോധിക്കുമ്പോൾ പലപ്പോഴും നമുക്കൊക്കെ പേടിയാണ്. എങ്ങനെയാണ് ഇപ്പോൾ സ്വന്തം മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ പറയാ? അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആളുകൾ പലതരത്തിലുള്ള തെറ്റും ചെയ്യുകയാണ്, അവരോട് എങ്ങനെ ഉണർത്തും? സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യത എന്താണ്? വളരെ സ്നേഹത്തോടു കൂടി ആ തെറ്റുകൾ ഉണർത്തിക്കൊടുക്കൽ തന്നെയാണ്, അത് തിരുത്താനുള്ള ശ്രമം തന്നെയാണ്. അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നന്മ ഇങ്ങനെ ആളുകളോടൊക്കെ കൽപ്പിക്കുക, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അതില്ല. അവരോടാണല്ലോ, അവരെക്കുറിച്ചാണല്ലോ അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. അല്ലേ, വിശ്വാസികളെ, നിങ്ങൾ പ്രവർത്തിക്കാത്ത ഒന്ന് നിങ്ങൾ എന്തിനാണ് പറയുന്നത്? അങ്ങനെയല്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഞാനിപ്പോൾ നിങ്ങളോട് എല്ലാ നന്മയുടെ സന്ദേശവും ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പറയുക, എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് എന്നെ കാണുന്നത് മോശമായ ഒരു അവസ്ഥയിലാണ് എങ്കിൽ, വളരെയേറെ വെറുക്കപ്പെട്ട ഒരു സംഗതി ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നതാണ് എങ്കിൽ എനിക്കെന്ത് വിലയാണ് നിങ്ങൾ കൽപ്പിക്കുക? അല്ലേ, യാതൊരു വില ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ആരുമായിക്കൂടാ. അത് ദഅവത്ത് നടത്തുന്നവരും അതുപോലെ തന്നെ ദഅവത്ത് നടത്തുന്നില്ലെങ്കിലും അത്ര സജീവമായി ഒന്നുമില്ലെങ്കിലും അള്ളാഹുവിൻ്റെ ഖുർആനും സുന്നത്തും അനുസരിച്ച് നമസ്കരിച്ച് നോമ്പനുഷ്ഠിച്ച് അങ്ങനെ പോകുന്ന ആളുകളുണ്ടല്ലോ, ആരായാലും നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട സംഗതി എന്താണ്? നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള ആളുകൾക്ക് നമ്മൾ സന്ദേശം കൈമാറി കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകണം എന്നതാണ്.